ദിണ്ടിഗൽ വാഹനാപകടത്തിൽ മരിച്ച ഇലയ്ക്കാട് കാഞ്ഞിരത്താങ്കുഴിയിൽ KS സുനിൽകുമാറിൻ്റെ സംസ്കാര ശുശ്രൂഷകളാണ് ശനിയാഴ്ച രാവിലെ ആദ്യം നടന്നത്. ഇലയ്ക്കാട് നെച്ചിമറ്റത്തുള്ള സുനിൽകുമാറിൻ്റെ കൊച്ചുവീടിൻ്റെ സമീപത്തായി തന്നെ ഒരുക്കിയ ചിതയിലേക്ക് ചേതനയറ്റ സുനിലിൻ്റെ മൃതദേഹം എടുത്തപ്പോൾ ബന്ധുമിത്രാദികൾക്ക് ദുഃഖവും വേർപാടിൻ്റെ വേദനയും നിയന്ത്രിക്കാനായില്ല. മകൻ്റെ വേർപാടിൻ്റെ വാർത്ത അറിഞ്ഞതു മുതൽ തോരാതെ പെയ്ത മഴ പോലെ കണ്ണീരൊഴുക്കിയ അമ്മ ദേവകിയുടെ വിലാപം ആർക്കും നിയന്ത്രിക്കാനായില്ല. സഹോദരൻ രാജേഷാണ് സുനിൽകുമാറിൻ്റെ ചിതയ്ക്ക് തീ പകർന്നത്. ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആയിരങ്ങളാണ് സുനിൽകുമാറിൻ്റെ അന്ത്യ ശുശ്രൂഷാ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിന് കാഞ്ഞിരത്താങ്കുഴിയിൽ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. സുനിൽകുമാറിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചതോടെ അപകടത്തിൽ മരണപ്പെട്ട അയൽവാസികളും ബന്ധുക്കളുമായിരുന്ന കുടുക്കാന്തടത്തിൽ ചെറുക്കായി എന്ന് വിളിക്കുന്ന ജോസഫ്, മകൾ ജസ്മി, കുടുക്കാന്തടത്തിൽ ജോണി, കൊച്ചുപുരയ്ക്കൽ ജോമി എന്നിവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം വിലാപയാത്രയായി കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളിയിലേക്ക് എത്തിച്ചു. കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളി വികാരി ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ, സഹവികാരിമാരായ ഫാദർ ജോസഫ് മേയിക്കൽ, ഫാദർ ജോസഫ് ആട്ടപ്പാട്ട്, ഫാദർ കുര്യാക്കോസ് കാപ്പിലിപറമ്പിൽ, ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ തുടങ്ങിയവരാണ് മരണമടഞ്ഞവരുടെ വീടുകളിലെ അന്ത്യശുശ്രൂഷാ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത്. തോരാതെ പെയ്ത മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് വിലാപയാത്രയിൽ കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളിയിലേക്ക് മൃതദേഹങ്ങളെ അനുഗമിച്ചത്. 4 മൃതദേഹങ്ങളുമടങ്ങിയ പേടകങ്ങളുമായി കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളിയുടെ പുനരുത്ഥാന തോട്ടത്തിലേക്കുള്ള വിലാപയാത്ര 1976 കൊടൈക്കനാൽ ബസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മകൾ അയവിറക്കുന്നത് പോലെയായിരുന്നു. മർത്തമറിയം ഫൊറോന പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ നിരത്തിവെച്ച മൃതദേഹങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. സംസ്കാര ശുശ്രൂഷകൾക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം തന്നെ സംസ്കാര ചടങ്ങുകളിൽ സാന്നിധ്യമായി പങ്കെടുത്തിരുന്നു. സംസ്ഥാന ധനമന്ത്രി KM മാണി, മോൻസ് ജോസഫ് MLA, KPCC സെക്രട്ടറി ലതിക സുഭാഷ്, മുൻ പാർലമെന്റ് അംഗം PC തോമസ്, മുൻ MLA സ്റ്റീഫൻ ജോർജ്, DCC പ്രസിഡന്റ് ടോമി കല്ലാനി, BJP സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, CPIM പാലാ ഏരിയ സെക്രട്ടറി ലാലിച്ചൻ ജോർജ്, മുൻ MLA തോമസ് ചാഴികാടൻ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് EJ ആഗസ്തി, മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ, കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബിജു പുന്നന്താനം, ജില്ലാ പഞ്ചായത്ത് അംഗം ബിജു പുന്നത്താനം എന്നിവരും ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. മനുഷ്യ നിപുടിയിലേക്ക് നിന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലുതുവാകട്ടെ. നിങ്ങൾ സ്വീകരിച്ച വിഷ്ണുദാസത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനും മനുഷ്യ നിപുടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ, ആമേൻ. ഘോഷിക്കുവിൻ, സർവ്വേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്ക് ഗണമേ. എനിക്ക് പറഞ്ഞു കൊടുത്തവളെ വിശുദ്ധീകരിച്ചാവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ഓർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാനവരാജ്യം നേടും മനുജനഭാഗ്യം. കാരുണ്യമിടും വിധിയാൽവാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും. ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇടതുവശത്ത് ഏറ്റവും ഇടത്തെ അറ്റത്തിരിക്കുന്ന മതശരീരത്തിൻ്റെ പ്രത്യേക മതശരീരത്തിൻ്റെ അടുത്ത് തലഭാഗത്തോടെ വന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് മാത്രം ഏറ്റവും മുന്നിൽ വന്ന് കടന്നു പോവുക. ബാക്കിയുള്ളവർ ബെഞ്ചിൻ്റെ കുടുംബാംഗങ്ങൾ ഏറ്റവും അവസാനം ചുമതലമാപ്പിക്കേണ്ടതായതുകൊണ്ട് അല്പം പുറകോട്ട് മാറി മറ്റുള്ളവർക്ക് സൗകര്യതുകൊണ്ടാണ്. അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥതയാകും. അതുകൊണ്ട് എല്ലാവർക്കും വന്ന് കണ്ട്